ഹിന്ദു സമൂഹത്തെ പോലെയോ ക്രിസ്ത്യൻ സമൂഹത്തെ പോലെ അല്ല മുസ്ലിം സമൂഹത്തിൽ വളരെ ചെറുപ്പത്തിലെ ഈ മദ്രസാ വിദ്യാഭ്യാസം ആരംഭിക്കുകയാണ്. അതാകട്ടെ അന്ധവിശ്വാസ ജഡിലമാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം ചരിത്രപരമായ തെളിവുകളോ ഒന്നും അവരംഗീകരിക്കില്ല. ഇപ്പോൾ ഇവിടെ കുറച്ച് മുന്നേ നമ്മൾ ചർച്ച ചെയ്തപ്പോൾ താജ്മഹലിനെ കുറിച്ചൊക്കെ ചർച്ച ചെയ്തു. പി.എൻ. ഓക്ക് എന്ന് പറയുന്ന ഗ്രന്ഥകാരനാണ് ഈ താജ്മഹലിനെ സംബന്ധിക്കുന്ന ഒരു ഗ്രന്ഥം, അതൊരു ഹിന്ദു വാസ്തു മാതൃകയുടെ മേലെയാണ്, തേജോ മഹാലയം എന്നായിരുന്നു അതിൻ്റെ പൂർവിക നാമം എന്നൊക്കെയുള്ള വാദം ഉന്നയിച്ചത്. ഞാൻ ഈ താജ്മഹലിലെ ഈ ഒരു പുസ്തകത്തിൻ്റെ പശ്ചാത്തലത്തിൽ യാത്ര ചെയ്യുകയും ഫോട്ടോ എടുക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്തു. എന്നെ അവിടെ ഫോട്ടോ എടുക്കുന്നതിൽ തടഞ്ഞു. എങ്കിലും ഞാൻ വിശ്വസിക്കുന്നു താജ്മഹലിൽ ഇത്തരത്തിൽ നമുക്ക് കാശിയിലെ ജ്ഞാനവാപിയിലോ അയോധ്യയിലെയോ അല്ലെ മധുരയിലെ പോലെ പ്രത്യക്ഷമായ തെളിവുകളില്ല. ചില ഊഹാഭോഗങ്ങൾ അദ്ദേഹം എഴുതുന്നുണ്ട്. പക്ഷേ ഈ താജ്മഹലിനേക്കാളും വലിയ തെളിവുകളോടുകൂടി ഇന്ദ്രപ്രസ്ഥം അഥവാ നമ്മുടെ ദില്ലിയിൽ ആ കുത്തബ് മീനാർ എന്ന് പറയുന്ന ഒരു സൗധം ഉയർന്നു നിൽക്കുകയാണ്. ഖുത്ബുദ്ദീൻ ഐബക്ക് പണിഞ്ഞിരിക്കുന്ന ഈ കുത്തബ് മീനാർ ഞാൻ എൻ്റെ ക്യാമറയുമായി പോയി നടന്ന് സഞ്ചരിച്ചെടുത്ത പടം എൻ്റെ കയ്യിലുണ്ട്. ഞാൻ ആ കോംപ്ലക്സിലെ ഗണപതിയുടെ വിഗ്രഹം ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. അതേപോലെ ധ്യാനബുദ്ധൻ്റെ വിഗ്രഹം ഞാൻ കണ്ടിട്ടുണ്ട്. ഒന്നാന്തരം ക്ഷേത്രം, ഈ കുത്തബ് മീനാറിൻ്റെ കോംപ്ലക്സിനുള്ളിൽ ഒന്നാന്തരം ക്ഷേത്രം, അവിടെയാണ് വിഷ്ണു സ്തംഭമുള്ളത്. ആ ക്ഷേത്രം കരിങ്കല്ല് കൊണ്ട് നിർമ്മിച്ച ക്ഷേത്രം, മറ്റേ സുർക്കി സിമെൻറ്റ് കൊണ്ടാണ് ഈ കുത്തബ് മീനാർ ഉണ്ടാക്കിയിരിക്കുന്നത്, കരിങ്കല്ലല്ല ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പം അവിടെ ഒരു ഇസ്ലാമിക വാസ്തു മാതൃക, ബാക്കി മുഴുവൻ ക്ഷേത്രമാണ്. അവിടെ സാലഭഞ്ജികകൾ, ക്ഷേത്രത്തിലെ ഈ തൂണുകളിൽ ചേർന്ന് നിൽക്കുന്ന സാലഭഞ്ജികകൾ വിഗ്രഹങ്ങളുടെ മൂക്കും മുഖവും ഒക്കെ ഛേദിച്ചതായി നമ്മളിപ്പം കാശി വിശ്വനാഥ ക്ഷേത്രത്തിൽ കണ്ടതുപോലെ അയോധ്യയിൽ കണ്ടതുപോലെ ദില്ലിയിൽ ഇന്ദ്രപ്രസ്ഥത്തിൽ കാണുകയാണ്. അപ്പോൾ അവിടെ നമ്മൾ അവകാശവാദം ഉന്നയിക്കലല്ല ഇതിൻ്റെ, അവിടെ നിസ്കരിക്കണം എന്ന് പറഞ്ഞ ഒരു വിഭാഗം ഈ അടുത്ത കാലത്ത് ശ്രമം നടത്തിയിരുന്നു. പക്ഷേ പുരാവസ്തു വകുപ്പ് അതിന് അനുവദിച്ചില്ല. ഇപ്പം ഞാൻ അറിയുന്നു ഇവിടെ നമ്മുടെ താജ്മഹലിൽ ഇത്തരത്തിൽ ഉറൂസ് നടന്നിരുന്നു എന്നുള്ളത് ഞാനിപ്പോഴാണ് അറിയുന്നത്. സത്യത്തിൽ അതൊരു മുസ്ലിം പള്ളിയൊന്നുമല്ല, ഒരു സ്മാരകം മാത്രമാണ്. അപ്പോൾ എൻ്റെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ അയോധ്യ, ഇവിടെ നമ്മുടെ ചർച്ചക്കാർ പറഞ്ഞതുപോലെ ഇപ്പോൾ അയോധ്യയിലാണെങ്കിലും കാശിയിലാണെങ്കിലും മധുരയിലാണെങ്കിലും നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ സാധിക്കുന്ന നിരവധി തെളിവുകളുണ്ട്. AISI ഖനനം നടത്തി എടുക്കുന്ന തെളിവുകളുണ്ട്. ഇതൊന്നും അംഗീകരിക്കാത്ത ഒരു വിഭാഗം വരുന്നതിൻ്റെ കാരണം അന്ധവിശ്വാസം അവരെ ഭരിക്കുന്നു എന്നുള്ളതാണ്. എന്ന് മാത്രമല്ല ഇവരെ പൊളിറ്റിക്കലായിട്ട് മിസ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് സംഘടിതരായ ചില പ്രസ്ഥാനങ്ങളുണ്ട് എന്നുള്ളതും ഒരു വലിയ ഘടകമാണ്. അങ്ങനെ മിസ്യൂസ് ചെയ്യപ്പെടുന്ന, അങ്ങനെ മിസ്യൂസ് ചെയ്യാൻ നിന്നു കൊടുക്കപ്പെടുന്ന ഒരു സമൂഹം, ഇവിടെ പറയുന്ന പോലെ ഒരു സുസംഘടിത സമൂഹമാണ് ഇസ്ലാം എന്ന് ഞാൻ കരുതുന്നില്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ സത്യത്തിൽ ഭാരതത്തിൽ ജീവിക്കുന്ന മുസ്ലിം സമൂഹത്തിന് എല്ലാ കാലത്തും ഏറ്റവും നല്ല ഒരു തീരുമാനമെടുക്കാൻ കഴിയുന്നൊരു മുഹൂർത്തമായിരുന്നു ഈ അയോധ്യയിലെ ശ്രീരാമ ജന്മഭൂമി. അത് ഹിന്ദുക്കൾക്ക് അവകാശപ്പെട്ടതാണ് എന്ന് വസ്തുതകളുടെ ചരിത്ര തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ബോധ്യമായതാണ്. ആ സമയത്ത് അത് യാതൊരു പ്രതിരോധവുമില്ലാതെ കൈമാറാൻ തയ്യാറായിരുന്നെങ്കിൽ നമ്മുടെ രാജ്യത്ത് മുസ്ലിം സമൂഹത്തോടുണ്ടാവുന്ന ആ ഒരു സ്നേഹം എത്ര വലുതാകുമായിരുന്നു. ഇപ്പോൾ കാശിയിലാണെങ്കിലും അത് തന്നെയാണ് കാണുന്നത്. അത് നടക്കാത്തതിൻ്റെ കാരണം ഞാൻ ഈ പറഞ്ഞ മദ്രസാ വിദ്യാഭ്യാസത്തിലൂടെ പുറത്തു വരുന്ന അന്ധവിശ്വാസ ജഡിലമായ ഒരു സമൂഹമാണ് അവരുടേത്. അവരുടെ നേതൃത്വം തന്നെ അങ്ങേയറ്റം ഭിന്നിച്ചു നിൽക്കുകയാണ്. ഏകശിലാ ഘടനയാണ് എന്നൊക്കെ അബ്ദുള്ള പറഞ്ഞാലും അതൊന്നുമല്ല സത്യം. ഒരാൾക്കും ഒരു തീരുമാനത്തെയും ഒരാളും അംഗീകരിക്കില്ല. പരസ്പര സംഘർഷമാണ് അവരുടെ സമൂഹത്തിൽ. ഈ വസ്തുതകളൊക്കെ നിൽക്കെ തന്നെ ഭാരതത്തിലെ ജനാധിപത്യ സംവിധാനത്തിൽ മുസ്ലിമിന് ഏറ്റവും സുരക്ഷിതത്വം നൽകാൻ സാധിക്കുന്നത് ഇവിടുത്തെ ഭൂരിപക്ഷ സമൂഹമായ ഹിന്ദു സമൂഹത്തിനാണ്. ആ ഹിന്ദു സമൂഹത്തിൻ്റെ ക്ഷമ എത്രത്തോളം ഉണ്ട്. 500 വർഷം കാത്തു നിൽക്കാൻ തയ്യാറായി. 5 നിമിഷം ഇസ്ലാമാണെങ്കിൽ കാത്തു നിൽക്കില്ല. ആ സ്ഥാനത്താണ് 500 വർഷം ഇവിടുത്തെ ഭാരതീയർ കാത്തുനിന്നു. വ്യവഹാരത്തിലൂടെ അവരുടെ കേന്ദ്രങ്ങൾ വീണ്ടെടുക്കാൻ ശ്രമിക്കുന്നു. ഈ തരത്തിലുള്ള ഒരു സമീപനം ഇസ്ലാം സമൂഹത്തിൽ നിന്ന് ഇനിയും നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല. അതിൻ്റെ കാരണം അവരുടെ വിശുദ്ധമെന്ന് അവർ വിശേഷിപ്പിക്കുന്ന ആ ഗ്രന്ഥം തന്നെയാണ്. ഈ തച്ചുടക്കപ്പെട്ടതിൻ്റെ ദൃഷ്ടാന്തങ്ങൾ കേരളത്തിലുമില്ലേ? അനവധി. കേരളത്തിലുണ്ട്, നിരവധി. ഇപ്പോൾ നമുക്കറിയാമല്ലോ, ഈ കേരളത്തിലെ ആദ്യത്തെ മുസ്ലിം പള്ളി എന്ന് പറയുന്നത് തന്നെ കൊടുങ്ങല്ലൂര് ഒരു കാളി ക്ഷേത്രം നിർമ്മിക്കാൻ വെച്ചിരുന്ന വസ്തുവകൾ വിട്ടുകൊടുത്തുകൊണ്ട് നിർമ്മിച്ചതാണ്. ഇതിൽ പരം ഉദാര മനസ്കർ എങ്ങനെയാകുക? ഇനി അതിനേക്കാൾ രസം, ഈ കേരളത്തിലെ ഹിന്ദുക്കൾക്ക് ഏറ്റവും വലിയ വംശഹത്യ 1921 ശേഷം നേരിട്ടത് മാറാട് കടപ്പുറത്താണ്. കോഴിക്കോട് നഗരത്തിലെ വിളിപ്പാടകൾ നിൽക്കുന്ന മാറാട് കടപ്പുറത്ത്. ഈ കോഴിക്കോട് മുസ്ലിം സമൂഹം എങ്ങനെയാണ് പ്രബലമായത്? സാമൂതിരി, ശ്രീപോർക്കലി ഭഗവതിയോ അല്ലെങ്കിൽ വളയനാട്ടമ്മയോ ഉപാസിക്കുന്ന സാമൂതിരി തമ്പുരാൻ പണിഞ്ഞു കൊടുത്തതാണ്
കോഴിക്കോട്ടെ ആദ്യത്തെ മുസ്ലിം ദേവാലയം 5 നേരം നിസ്കരിക്കാൻ അംഗബലമില്ല എന്ന് പരാതി പറഞ്ഞപ്പോൾ തുറയിൽ നിന്ന് ഹിന്ദുക്കളായ ഈ മത്സ്യപ്രവർത്തകരിൽ ഒരു ആൺകുട്ടിയെങ്കിലും നിസ്കരിക്കാൻ അയക്കണം എന്ന് പറഞ്ഞയച്ച സാമൂതിരി തമ്പുരാൻ്റെ ആ ഔദാര്യം കൊണ്ട് വളർന്ന സമൂഹം ഹിന്ദുവിന് എന്താ തിരിച്ചു കൊടുത്തത്? അതായിരുന്നു മാറാട് തിരിച്ചു കൊടുത്തത്. ഇത്തരത്തിൽ ഒരു താലിബാനിസ്റ്റ് ഒളിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. എത്ര പുരോഗമനം പറയുമ്പോഴും ഒരു ശരാശരി മുസ്ലിമിൻ്റെ മനസ്സിൽ ഒരു താലിബാനിസ്റ്റ് ഒളിഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. അതിനെ നിഷേധിക്കാൻ പറ്റില്ല. പക്ഷേ ഒരു പ്രതീക്ഷ എന്താണെന്ന് വെച്ചാൽ അതിവേഗം ആ സമൂഹത്തിലെ പുരോഗമന ചിന്താഗതിക്കാർ വരുന്നുണ്ട്. ശ്രീ ഒ അബ്ദുള്ളയെ പോലെയുള്ളവർ തടഞ്ഞാലും നിർത്താൻ സാധിക്കാത്ത തരത്തിൽ അതിവേഗം പരിവർത്തനം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണെങ്കിലും ഇത്തരം ചർച്ചകൾ ശ്രമിക്കുന്നവർക്കും അറിയാം നമ്മുടെ രാജ്യം അതിവേഗം മാറിക്കൊണ്ടിരിക്കുകയാണ്. ചരിത്രത്തിൻ്റെയും അല്ലെങ്കിൽ പുരാവസ്തു രേഖകളുടെയും ഒക്കെ അടിസ്ഥാനത്തിൽ നമ്മളുടെ ക്ഷേത്രങ്ങൾ വിട്ടുകിട്ടണം എന്ന് പറയുമ്പോൾ അതിനെതിരെ ഇനി അധികകാലമൊന്നും ഇവർക്ക് പ്രതിരോധം തീർക്കാൻ കഴിയില്ല എന്നുള്ളതാണ് സത്യം. അല്ല, ഇപ്പോൾ യു പിയിലെ മുസ്ലിങ്ങളൊക്കെ യാഥാർത്ഥ്യം തിരിച്ചറിയുന്നു. ഇപ്പോൾ നേരത്തെ ശ്രീജിത്ത് ഒരു കാര്യം പറഞ്ഞു. ഞാനും വാരണാസിയിൽ പോയ സമയത്ത് ഞാൻ സഞ്ചരിച്ചതും ഒരു മുസ്ലിം, അതായത് അദ്ദേഹം തൊപ്പി വെച്ച മുസ്ലിം, താടിയൊക്കെ നീട്ടിയിട്ടുണ്ട്, അങ്ങനെയുള്ളൊരു മുസ്ലിം ഓടിച്ച ഓട്ടോറിക്ഷയിലാണ് ഞാൻ ആ പ്രദേശങ്ങളെല്ലാം സഞ്ചരിച്ചത്. ഈവൻ സാരാനാഥിൽ പോലും അങ്ങനെയാണ് പോയത്. അവർക്ക് ബുദ്ധിമുട്ടില്ല, അവർക്ക് വിഷമങ്ങൾ ഒന്നുമില്ല. അവർ നരേന്ദ്രമോദിയുടെയും അതുപോലെ യോഗി ആദിത്യനാഥിൻ്റെയും നേതൃത്വത്തെ അവർ അംഗീകരിക്കുന്നു. പക്ഷേ പ്രശ്നം കേരളത്തിലെ മുസ്ലിങ്ങൾക്കാണ്. അതുകൊണ്ട് തന്നെ ഈ അജണ്ടകളെല്ലാം രൂപീകരിക്കുന്നത് ഇവിടെ നിന്ന് തന്നെയല്ലേ. നേരത്തെ ഈ നമ്മുടെ ഇടത് ചരിത്രകാരന്മാരുടെ കാര്യം പറഞ്ഞു. അതുപോലെ തന്നെ ഇടത് ജിഹാദികൾ കൃത്യമായിട്ട് തിരക്കഥ തയ്യാറാക്കി കേരളത്തിൽ നിന്ന് തൊടുത്തുവിടുന്ന അസ്ത്രങ്ങൾ അത് തന്നെയല്ലേ ഈ ഇത്തരത്തിലുള്ള ചർച്ചകൾക്ക്. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ഈ ഭാരത് മാതാ കി ജയ് വിളിച്ചത് പോലും വലിയൊരു അപരാധം എന്ന രീതിയിൽ അത് വരുത്തി തീർക്കാനുള്ള കൃത്യമായിട്ടുള്ള ആസൂത്രണം അത് നടക്കുന്നില്ല. അത് നമുക്ക് സമീപ ഭാവിയിലെങ്കിലും അത് അവസാനിപ്പിക്കാൻ ഏതെങ്കിലും രീതിയിൽ സാധിക്കുമോ? കേരളത്തിൻ്റെ കാര്യം കുറച്ച് അപകടകരമാണ് എന്നുള്ളത് അംഗീകരിക്കാതിരിക്കാൻ പറ്റില്ല. കേരളത്തിലെ മുസ്ലിങ്ങൾ ഉത്തർപ്രദേശിലെ മുസ്ലിങ്ങളെ പോലെയോ രാജസ്ഥാനിലെ മുസ്ലിങ്ങളെ പോലെയോ അങ്ങനെ അല്ലാതിരിക്കുന്നതിന് ചില വംശീയമായ പ്രശ്നങ്ങൾ കൂടി ഉണ്ട് എന്ന് ഞാൻ അനുമാനിക്കുകയാണ്. കാരണം ഞാൻ ഈ പറഞ്ഞതുപോലെ ഞാൻ ഉത്തരഭാരതത്തിൽ മുഴുവൻ യാത്ര ചെയ്യുമ്പോൾ ഈ കാറിലും ഓട്ടോയിലും ഒക്കെ യാത്ര ചെയ്യുമ്പോൾ മുസ്ലിം സഹോദരന്മാരാണ് മിക്കയിടത്തും ഈ വണ്ടി ഓടിക്കുന്നത്. ഞാൻ അവരോട് സംസാരിക്കാറുണ്ട്. ഞാനൊരു 2 മാസം 3 മാസം മുന്നേ ഞാൻ ഈ യാത്ര ചെയ്ത സമയത്ത് ടാക്സി വിളിക്കുമ്പോഴൊക്കെ സംസാരിക്കുന്നു. അവർ നമ്മൾ ആരാണെന്നോ ഒന്നും അവർക്കറിയില്ല. അവരെത്ര ഹൃദ്യമായിട്ടാണ് യോഗിയെക്കുറിച്ചും നരേന്ദ്രമോദിയെക്കുറിച്ചും ഒക്കെ സംസാരിക്കുന്നത്. അയോധ്യയിൽ ഞാൻ പോകുമ്പോൾ 5 വർഷം മുന്നേ ഞാൻ പോയിരുന്നു. ആ സമയത്ത് ഞാൻ പിടിച്ച വണ്ടി ഒരു മുസ്ലിമിൻ്റെ വണ്ടിയാണ്. അദ്ദേഹം അയോധ്യയിലെ രാമലാലയെക്കുറിച്ച് എത്ര വാചാലമായിട്ടാണ് സംസാരിക്കുന്നത്. അദ്ദേഹം പറയുകയാണ്, ഞങ്ങളുടെ ഉപജീവന മാർഗമാണ് രാമലാല. ഞങ്ങളുടെ സഹോദരങ്ങൾ ഇവിടെ പൂക്കച്ചവടം നടത്തിയിട്ടും ചന്ദനത്തിരി കച്ചവടം നടത്തിയിട്ടും ഒക്കെയാണ് ഞങ്ങൾ ജീവിക്കുന്നത്. അവരെത്ര ഹൃദ്യമായിട്ടാണ് പറയുന്നത്. പക്ഷേ കേരളത്തിൻ്റെ ഒരു സവിശേഷമായ രാഷ്ട്രീയ സാമൂഹിക പരിതസ്ഥിതി ഈ കേരളത്തിലെ മുസ്ലിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ കുറച്ചുകൂടെ എളുപ്പമാണ് എന്നുള്ളതാണ്. അതിൻ്റെ ഒരു കാരണം മലയാളി ഈ ടിപ്പുവിൻ്റെയും ഹൈദരാലിയുടെയും ആക്രമണങ്ങൾ അതൊരു കുറച്ചു കാലം മാത്രം ആക്രമണങ്ങളും പിന്നെ 21 മാപ്പിളക്കലാപവും മാത്രമേ നേരിട്ടുള്ളൂ. ഉത്തരഭാരതത്തിൽ അങ്ങനെയല്ല. അവർ നിരന്തരമായ ആക്രമണങ്ങൾ നേരിട്ടിട്ടുണ്ട് എന്ന് നമുക്കറിയാം. ഉത്തരഭാരതത്തിലെ മുസ്ലിങ്ങൾ ഈ വംശീയമായ രക്തക്കലർപ്പുകൾ അധികം സംഭവിച്ചിട്ടില്ല എന്ന് വിശ്വസിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നമുക്ക് ഒരു പക്ഷേ തോന്നുന്നു ഇപ്പോൾ കേരളത്തിലോ എന്ന് ചോദിക്കും. കേരളത്തിൽ വംശീയമായ രക്തക്കലർപ്പ് ഉള്ള ഒരു സമൂഹമാണ്. കാരണം ഈ അറബി കല്യാണം ഈജിപ്തിൽ നിന്നുമൊക്കെ വന്ന ഈ കച്ചവടക്കാർ, ആദ്യകാലത്ത് വന്ന കച്ചവടക്കാർ, ഗോത്ര സ്വഭാവമുള്ള ഈ കച്ചവടക്കാർ അറബി കല്യാണത്തിലൂടെ ഇവരെ ഒരു രക്തസങ്കലനം നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ആ ഗോത്ര സമൂഹത്തിൻ്റെതായ ഒരു പ്രാകൃതത്വം ഇവിടുത്തെ ഒരു ന്യൂനപക്ഷ മുസ്ലിം സമൂഹത്തെങ്കിലും കേരളത്തിൽ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ടാണ് അവരെ എളുപ്പം തെറ്റിദ്ധരിപ്പിക്കാൻ ഇന്ന് കമ്മ്യൂണിസ്റ്റുകാർക്ക് കഴിയുന്നത്. കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നതും ഇത്തരത്തിലുള്ള ഒരു ഗോത്രീയ സ്വഭാവമുള്ള ഒരു പ്രസ്ഥാനമാണ്. അപ്പോൾ ആ ഗോത്രീയ സ്വഭാവമുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇത്തരം ഒരു സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കാനും അവരുടെ നിലനിൽപ്പിനെ പോലും അപകടത്തിലാക്കിക്കൊണ്ട് രാഷ്ട്രീയമായ നേട്ടം കൊയ്യാനുമാണ് അവർ ആഗ്രഹിക്കുന്നത്. അത് തിരിച്ചറിയാനുള്ള ബുദ്ധി എന്നാണോ കേരളത്തിലെ മുസ്ലിം ആർജിക്കുന്നത് അന്നു മാത്രമേ കേരളത്തിലെ മുസ്ലിമിന് ഒരു ഭാവി ഉണ്ടാകൂ എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്.